നോക്കാൻ പോകുന്നത് OI ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. To Greenwich village, many people came who were interested in art. They liked the bohemian life of the village and they enjoyed living among so many artists. The building and apartments were often very old and dirty. But this only added to the interest of the people, interest of the place. അപ്പം ഇത് കഥ നടക്കുന്ന ഗ്രീൻവിച്ച് വില്ലേജിലാണ്. അപ്പോൾ ഗ്രീൻവിച്ച് വില്ലേജിലേക്ക് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതിൽ മിക്കവരും ആർട്ടിൽ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരാണ് അവിടേക്ക് വരുന്നത്. അവിടുത്തെ ബൊഹീമിയൻ ലൈഫും അതുപോലെ തന്നെ പഴയ തരം കെട്ടിടങ്ങളും എല്ലാവർക്കും ഇഷ്ടമാണ്. At the top of an old 3-story brick house, Sue and Joanna had their studios. John C. was a familiar name of Joanna. One of them was from the state of Maine and other from California. They had met in the restaurant of an English street hotel. Both were the artists who had recently come to New York to make their living. അപ്പോൾ അവിടെയുള്ള ഒരു പഴയ 3 നില കെട്ടിടത്തിൽ ജോൺസിയും സ്യൂവും എന്ന് പറയുന്ന, അതായത് ജോവാനയും സ്യൂവും എന്ന് പറയുന്ന 2 ആർട്ടിസ്റ്റിന് സ്റ്റുഡിയോസ് ഉണ്ട്. അപ്പോൾ ജോൺസി എന്നാണ് ജോവാനയുടെ വിളിപ്പേര്, ഫെമിലിയർ നെയിം. അതിലൊരാൾ മെയിൻ എന്ന് പറയുന്ന സംസ്ഥാനത്തു നിന്നും മറ്റൊരാൾ കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവരെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചാണ് പരിചയപ്പെട്ടെങ്കിലും പിന്നീട് ഇവർ രണ്ടുപേരും ന്യൂയോർക്കിൽ വന്നത് അവരുടെ ലീവിങ്ങിന് വേണ്ടിയാണ്. അവർ രണ്ടുപേരും ആർട്ടിസ്റ്റുമാണ്. ദാറ്റ് വാസ് ഇൻ മെയ്. In November, a cold, unseen stranger, whom the doctors called pneumonia, stalked about the city, touching one here and one there with his icy fingers. He touched Jonesy and she lay, scarcely moving on her painted iron bed, looking through the small window at the blank wall of the opposite building. അപ്പോൾ ഈ മെയിലാണ് ഇവർ പരിചയപ്പെടുന്നത്. പക്ഷേ നവംബർ മാസത്തെ ആയപ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ഈ ന്യൂയോർക്കിലാകെ പകർന്നു പിടിച്ചു. അപ്പോൾ ഇത് ജോൺസിയെയും ബാധിച്ച്. ജോൺസിക്ക് കട്ടിലിൽ നിന്ന്, തൻ്റെ അയൺ ബെഡിൽ നിന്ന് അനങ്ങാൻ പോലും പറ്റാതെ എപ്പോഴും ഒരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ ഭിത്തിയിലോട്ട് നോക്കി കിടക്കുകയാണ് നമ്മുടെ ജോൺസി. One morning, the busy doctor invited Sue into the hall. She was one chance in, let's say, 10. He said, as he shook down the mercury in his clinical thermometer. And that chance is for her to want to leave. But you, little lady, has made up her mind that she is not going to get well. Has she anything on her mind? അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ജോൺസിക്ക് 10% ചാൻസ് മാത്രമേ രക്ഷപ്പെടാനുള്ളൂ. 10% ചാൻസ് മാത്രമേ രക്ഷപ്പെടാനുള്ളൂ എന്ന് ഡോക്ടർ തൻ്റെ ക്ലിനിക്കൽ തെർമോമീറ്ററിലെ മെർക്കുറി ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പറയുകയാണ്. എന്നിട്ട് സ്യൂവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അവൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, അവളെ അട്രാക്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്യൂ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്ക് ബേ ഓഫ് നേപ്പിൾസ് എന്ന് പറയുന്ന പെയിൻറ്റിങ് വരയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു, അതല്ല, എന്തെങ്കിലും വേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ഇതൊന്നും പോരാ, വേറെ എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ സ്യൂ പറഞ്ഞു, ഇല്ല, നോ. വെൽ, ഇറ്റ് ഈസ് വീക്ക്നെസ് ദെൻ, സെഡ് ദ ഡോക്ടർ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതൊരു വീക്ക്നെസ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. But whenever my patients begin to count their last few moments, I subtract 50% from the curative power of medicines. If you can succeed in making her interested in something, in asking, for instance, about the latest styles in women clothes, and then I will promise you a 1 in 5 chance for her instead of 1 in 10. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പേഷ്യൻസ് ഇങ്ങനെ പുറകോട്ട് ലൈഫ് എണ്ണിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മെഡിസിൻ്റെ ക്യൂറേറ്റീവ് പവറിന്ന് 50% ഞാൻ കുറഞ്ഞതായിട്ട് കണക്കാക്കും. കാരണം മെഡിസിൻസിന് ഒരു പവറുണ്ട്, അത് സക്സീഡ് ചെയ്യണമെങ്കിൽ വിൽ പവർ വേണം, മനുഷ്യന് സ്വയമായിട്ട് ആത്മവിശ്വാസം വേണം. അപ്പോൾ നമ്മുടെ ജോൺസിയെ ഏതെങ്കിലും ഒന്നിൽ ഇൻട്രസ്റ്റഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 1 in 5 ചാൻസ് തരാൻ പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത്. ആഫ്റ്റർ ദ ഡോക്ടർ ഹാഡ് ഗോൺ, സ്യൂ വെൻറ്റ് ഇൻ ടു ഹെർ ഓൺ റൂം ആൻഡ് ക്രൈഡ്. ലേറ്റർ ട്രൈയിങ് നോട്ട് ടു ഷോ ഹെർ സാഡ്നെസ്, ഷീ വെൻറ്റ് ഇൻ ടു ജോൺസീസ് റൂം വിസിലിംഗ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സ്യൂ തൻ്റെ റൂമിൽ പോയി കരഞ്ഞിട്ട് ഇത് ജോൺസി അറിയാതിരിക്കാൻ നല്ല വിസിലൊക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ട് ജോൺസി റൂമിലോട്ട് പോവുകയാണ്. Jonesy lay under the bedclothes with her face towards the window. Sue stopped whistling, thinking Jonesy was asleep, but soon Sue heard a low sound several times repeated. She went quickly to the bedside. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സ്യൂ ജോൺസിയുടെ റൂമിലേക്ക് പോയപ്പോൾ ജോൺസി ഇങ്ങനെ പുതപ്പിൻ്റെ അടി കിടക്കുകയാണ്. ആ സമയത്ത് വിചാരിച്ചു ജോൺസി ഉറങ്ങി കാണുമെന്ന് വിചാരിച്ചു സ്യൂ ഇങ്ങനെ വിസിലിങ് അങ്ങ് നിർത്തി. പക്ഷേ പതുക്കെ എന്തോ ഈ ജോൺസി പറയുന്നതായിട്ട് സ്യൂ കേട്ടു. അങ്ങനെ എന്താണെന്ന് നോക്കുകയാണ്. Jonesy's eyes were open wide.
She was looking out of the window and counting backwards. 12, she said, and a little later 11, and then 10, and 9, and then 8, and 7, almost together. അപ്പോൾ ജോൺസ് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുറകോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 12, 11, 9, 10, 9, 8 അങ്ങനെ പുറകോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം 7. Sue looked out of the window. What was there to count? There was only a grey backyard and the blank wall of the opposite house, an old ivy vine, dead at the roots, climbed halfway up the wall. The cold breath of autumn has blown almost all the leaves from the vine until the branches were almost bare. അപ്പോൾ ഈ സ്യൂ പുറത്തോട്ട് നോക്കിയാണ് എന്താണ് ജോൺസി എണ്ണുന്നതെന്ന്. ഇപ്പോൾ അവിടെ വേറൊന്നും ഇല്ല, ഒരു ഗ്രേ ബാക്കിയാണ്, അതുപോലെ തന്നെ ഒരു ബ്ലാങ്ക് വാൾ, ഒന്നും ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ ബ്ലാങ്ക് ആയ ഒരു വാൾ മാത്രമാണ് ഉള്ളത്. പിന്നെ ഒരു ഐവി മരമുണ്ട്, അതിൻ്റെ റൂട്ട്സൊക്കെ ഡെഡായി, അതും ഇങ്ങനെ കുറച്ച് ഇലകൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നു, ഒരു ഐവി മരം. What is it, dear? asked Sue. 6, said Johnsy very quietly. They are falling faster now. 3 days ago there were almost 100. It makes my head ache to count them. But now it is easy. There goes another one. There are only 5 left now. അപ്പോൾ അടുത്ത ജോൺസി വീണ്ടും പറയാം 6. ഇപ്പോൾ അത് വേഗത്തിൽ വീഴുന്നുണ്ട്. എനിക്ക് 2-3 ദിവസത്തിന് മുമ്പ് 100ഓളം എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണുമ്പോൾ തലവേദന വരെ വരും. ഇതാ ഇപ്പോൾ വീണ്ടും എണ്ണം പോയി 5. 5. What, dear? Tell me, said Sue. 5 എന്താ എന്നൊക്കെ നമ്മുടെ Sue ചോദിക്കുന്നുണ്ട്. Leaves on the ivy vine. When the last one falls, I must go too. I have known that for 3 days. Didn't the doctor tell you? ഇത് ഐവി മരത്തിലെ ലീവ്സിൻ്റെ എണ്ണമാണ്. ഇത് പൊഴിഞ്ഞ് തീരുമ്പോൾ ഞാനും മരിച്ചു പോകും. ഡോക്ടറുടെ പറഞ്ഞില്ലേ, ഞാനിത് 3 ദിവസം കൊണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. The doctor didn't say any such thing. That is pure foolishness, said Sue. What have old ivy leaves to do with you getting well? And you used to love that old vine so much. Please don't be silly. The doctor told me this morning that your chances of getting well soon were excellent. Now try to take some soup and let me get back to work so that I can make money to buy you good pot wine. അപ്പോൾ ഇതൊക്കെ സ്യൂ അംഗീകരിക്കുന്നില്ല. സ്യൂ പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ ഫൂളിഷ്നെസ് ആണ്. നീ ഒരുപാട് ഈ ഓൾഡ് ഐവി വൈനെ സ്നേഹിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണ് നിനക്കിങ്ങനെ തോന്നുന്നത്. സില്ലി ആവാതിരി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഗെറ്റിംഗ് വെൽ ചാൻസ് അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ആദ്യം കുറച്ച് സൂപ്പൊക്കെ കഴിക്കുക, ഞാൻ പോയി വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി നിനക്ക് ഗുഡ് പോട്ട് വൈൻ മേടിച്ചിരാന്ന് പറഞ്ഞു. You needn't get any more wine, said Johnsy, keeping her eyes fixed out of window. There goes another. That leaves just 4. I want to see the last one fall before it gets dark. Then I will go too. നീ എനിക്കിനി വൈനൊന്നും മേടിക്കണ്ട. അതാ ഒരെണ്ണോടെ പോയി 4. അപ്പോൾ ഇത് 4 എണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ പോയി തീരുമ്പോൾ ഞാനും മരിക്കും. Johnsy dear, said Sue, bending over her. Will you promise me to keep your eyes closed and not look out of the window until I have finished working? I must deliver these drawings tomorrow. I need the light. Otherwise, I would pull down the curtain. Johnsy dear. അപ്പം ജോൺസിയുടെ അടുത്ത് കുനിഞ്ഞിട്ട് പറയുകയാണ്, അപ്പോൾ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. നീ നിൻ്റെ കണ്ണുകൾ അടച്ച് വെക്കാമെന്ന് സത്യം ചെയ്തു തരണം. ഇനി വിൻഡോയുടെ വെളിയിലോട്ട് നോക്കി ഇരിക്കരുത്. എനിക്ക് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എനിക്കത് നാളെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വെട്ടം വേണം, അല്ലാതെ ഞാൻ കർട്ടൻ അടച്ചിട്ടേനെ. Couldn't you draw in the other room? asked Johnsy coldly. നിനക്ക് വേറെ ഏതെങ്കിലും റൂമിൽ ഇരുന്ന് വരച്ചൂടെ എന്ന് ജോൺസി ചോദിക്കുകയാണ്. I had rather stay here with you, said Sue. Besides, I don't want to keep looking at those silly ivy leaves. എനിക്ക് ഇതിൻ്റെ കൂടെ ഇരിക്കുകയും വേണം, അതിനപ്പുറം നീ ആ സില്ലി ഐവി ലീവ്സിലോട്ട് നോക്കിയിരിക്കാതെ നോക്കുകയും വേണം. Tell me as soon as you have finished, said Johnsy, closing her eyes and laying white and still. Because I want to see the last leaf fall. I have tired of waiting. I am tired of thinking. അപ്പോൾ ജോൺസി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നീ എന്തായാലും ഫിനിഷ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ പിക്ചർ ഫിനിഷ് ആകുമ്പോൾ എൻ്റെ അടുത്ത് പറയണം. കാരണം എനിക്ക് ആ ലാസ്റ്റ് ഐവി ലീഫ് വീഴുന്ന എനിക്ക് കാണണം. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ടയേർഡായിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തിരിക്കുന്നത് ടയേർഡായിട്ടുണ്ടെന്ന് പറയുന്നു. Try to sleep, said Sue a little later. I must go downstairs for a minute to get Mr. Bergman, who is going to sit as my model. But I will be right back, and don't move, and also please promise not to look out of the window. അപ്പോൾ റോസി പറഞ്ഞ എന്താ, ജോൺസിയുടെ അടുത്ത് സ്യൂ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുക, എനിക്ക് താഴോട്ട് പോകണം, എൻ്റെ മോഡലായ മിസ്റ്റർ ബെഹ്റാമിനെ വിളിച്ചുകൊണ്ട് വരണം, അത് ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം. നീ പക്ഷേ എനിക്കൊരു സത്യം ചെയ്യണം, ഇനി ഐവി ലീവ്സിലോട്ട് നോക്കില്ല എന്ന്.
Old Mr. Bahraman was a painter who lived on the first floor beneath them. He has passed 60. Bahraman was a failure in art. He had always wanted to paint a masterpiece, but he had never yet begun to paint it. For many years, he had painted nothing except now and then something in the line of commercial or advertising work. He earned a little money by serving as a model for those young artists who could not pay the price of regular model, but he always talked about the great masterpiece he was going to paint. For the rest, he was a fierce little old man who regarded himself as a watchdog and protector of the two young artists living above him, of whom he was very fond. അപ്പോൾ മിസ്റ്റർ ബെഹ്റാമൻ എന്ന് വെച്ചാൽ ഒരു ഓൾഡ് പെയിൻ്ററാണ്, 60 വയസ്സുള്ള ഓൾഡ് പെയിൻ്ററാണ്. ഇവരുടെ കൂടെ ഇവരുടെ താമസിക്കുന്നതിൻ്റെ താഴെയാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു ഫെയിൽഡ് ആർട്ടിസ്റ്റാണ്. ഒരു മാസ്റ്റർ പീസ് വരയ്ക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം ഇങ്ങനെ ജീവിക്കാൻ വഴിയില്ലാതെ അദ്ദേഹം ഒരു മോഡലായിട്ടിരിക്കുകയാണ്, യങ് ആർട്ടിസ്റ്റിന് മോഡലായിട്ടിരിക്കുകയാണ്. കാരണം റെഗുലറായ മോഡൽസിന് പൈസ കൊടുക്കാനുള്ള പൈസ യങ് ആർട്ടിസ്റ്റിനെ കാണത്തില്ല. അതുകൊണ്ട് ബെഹ്റാമൻ മോഡലായിരുന്ന ചെറിയ പൈസ സമ്പാദിക്കും. Sue found Bahraman in the poorly lighted studio. In one corner of the room stood a blank canvas which had been waiting for 25 years to receive a first line of the promised masterpiece. She told him of Jonesy's fancy, and how she feared she would, indeed light and fragile as a leaf herself, float away when her slight hold upon the wall grew weaker. അപ്പോൾ ഈ ബെഹ്റാമൻ്റെ അടുത്ത് ചെന്നിട്ട് ബെഹ്റാമൻ്റെ അടുത്ത് ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ഉണ്ട്. ഇതാണ് അദ്ദേഹം 25 വർഷമായിട്ട് മാസ്റ്റർ പീസിന് വേണ്ടി കാത്തിരിക്കുന്ന ക്യാൻവാസ്. അവിടെ ചെന്നിട്ട് ഈ ജോൺസിയുടെ കാര്യമെല്ലാം പറയുകയാണ്, ലീഫിൻ്റെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. Old Bahraman shouted, "Are there people in the world who are foolish enough to do right simply because leaves fall from the old vine? I have never heard of such a thing. Why do you permit such silly ideas to come into her mind? Oh, that poor little Miss Jonesy." അപ്പോൾ ബെഹ്റാമൻ ഷൗട്ട് ചെയ്ത് പറയുകയാണ്, ഇങ്ങനെയും ആരെങ്കിലും മരിക്കാനൊന്ന് തീരുമാനിക്കും ഈ ഇല പൊഴിഞ്ഞെന്ന് വെച്ചെന്നൊക്കെ പറയുകയാണ്. "She is very ill and very weak," explained Sue, "and the fever has left her mind full of strange ideas. Jonesy was sleeping when they both went upstairs. She pulled down the curtain and motioned Bahraman into the other room. They are looking out of the window fearfully at the vine. They looked at each other for a moment without speaking. A cold rain was falling, mixed with snow. Bahraman took a seat, prepared himself and to pose you as a model." അപ്പോൾ ഇവർ രണ്ടുപേരോടെ ഇങ്ങനെ മണ്ടേ ചെന്നിട്ട് ഈ കട്ടനൊക്കെ മാറ്റിയിട്ട് ഈ ഐവി ലീഫിലൊക്കെ ഇങ്ങനെ നോക്കിയാണ്. എന്നിട്ട് ആ ബെഹ്റാമൻ മോഡലായിട്ട് അവിടെ ഇരിക്കുന്നു. When Sue woke up the next morning, she found Jonesy with dull, wide-open eyes looking at the window. "Pull up the curtain, I want to see," Jonesy said quietly. Sue obeyed. അപ്പം പിറ്റേന്ന് സ്യൂ എണീച്ചപ്പോൾ കാണുന്നത് ജോൺസി ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ജോൺസി പറഞ്ഞതെന്ന് വെച്ചാൽ സ്യൂവിൻ്റെ അടുത്ത് കർട്ടൻ മാറ്റാനും സ്യൂ അതനുസരിച്ച് കർട്ടനും മാറ്റി. But after the heavy rain and the storm wind, one leaf was still hanging on the vine. The last leaf, still dark green, it hung bravely from a branch some 20 feet above the ground. അപ്പോൾ ഈ ഹെവി റെയിന് ശേഷവും ഈ സ്ട്രോങ് വിൻഡിന് ശേഷവും ഇങ്ങനെ ഒരു ഇല മാത്രം ഇങ്ങനെ കടും പച്ച കളറിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് നല്ല ധൈര്യത്തിൽ 25 അടി ഗ്രൗണ്ടിൽ നിന്ന് പൊങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയുന്നു. "It is the last one," said Jonesy. "I thought it would surely fall during the night. I heard the wind and the rain. It will fall today and I shall die at the same time." ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു ഇത് ഇന്നലെ തന്നെ വീഴുമെന്ന്. അപ്പോൾ ഇത് ഇന്ന് വീഴും, ഇന്ന് തന്നെ ഞാൻ മരിക്കും. "Dear Jonesy," said Sue, placing her face close to Jonesy's on the pillow. "Think of me. If you won't think of yourself, what shall I do?" ജോൺസി, നീ എന്നെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നിന്നെക്കുറിച്ച് ആലോചിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ എന്നെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ പറഞ്ഞു. ഞാൻ ഇനി എന്ത് ചെയ്യും? The day wore away, and even though the twilight, they could see the lone ivy leaf clinging into its stem against the wall. And then, with the coming of the night, the north wind was again loosed, and the rain began to fall heavily. പക്ഷെ ആ ഡേയും ഒന്നും സംഭവിച്ചില്ല. വീണ്ടും രാത്രി നല്ല വിൻഡും ഉണ്ടായിരുന്നു, റെയിൻഫാളും ഉണ്ടായിരുന്നു. When it was light enough, Jonesy, the merciless, commanded that the curtain be raised. The ivy leaf was still there. വീണ്ടും ജോൺസി പറഞ്ഞു, കർട്ടൻ പൊക്കിയപ്പോൾ വീണ്ടും ഐവി ലീഫ് അവിടെ ഉണ്ടായിരുന്നു. Jonesy lay for a long time looking at it, and then she called Sue. "I have been a bad girl, Sue,"
said Jonesy. Something has made me the last leaf stay there just to show me how bad I was. It was sin to want to die. You may bring a little soup now, and then put me some pillow behind me, and I will sit up and watch you cook. അപ്പോൾ ജോൺസി സ്യൂവിനെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു മോശം പെൺകുട്ടിയാണ്, കാരണം ആരും മരിക്കാൻ ഓർമ്മിക്കാൻ പാടില്ല. ആ ഐവി ലീഫ് എനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു. നീ എനിക്കൊരു സൂപ്പ് ഉണ്ടാക്കിത്താ, എന്നിട്ട് എൻ്റെ 2-3 പില്ലോ വെച്ച് എന്നെ ഒന്ന് പൊക്കിയിരുത്ത്, എനിക്ക് നീ കുക്ക് ചെയ്യുന്ന കാണണം. ആൻഡ് ഹവർ ലെറ്റർ ഷീ സെഡ്, സ്യൂ സംഡേ ഐ ഹോപ്പ് ടു പെയിൻറ്റ് ദ ബേ ഓഫ് നേപ്പിൾസ്. എന്നിട്ട് അടുത്ത് പറയുകയാണ്, സ്യൂ എനിക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കണമെന്ന്. The doctor came in the afternoon. Even chances, said the doctor, taking Sue's thin, shaking hands in his. With good nursing you will win. And now I must see another case I have downstairs. Bahraman, his name is some kind of an artist, I believe. Pneumonia too. He is an old weak man and the attack is acute. There is no hope for him, but he goes to the hospital today to be made more comfortable. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് എവിടെ നല്ല നഴ്സിംഗ് ഒക്കെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു കേസ് ഉണ്ടായി, താഴെ ബഹ്റാമിന് ന്യൂമോണിയാണ്, അത് ഭയങ്കര ചാൻസ് ഒട്ടും കാണത്തില്ല, എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരിക്കുകയാണ്, കുറച്ചുകൂടെ കംഫർട്ടിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞു. The next day the doctor said to Sue, she is out of danger, you want nutrition and care now, that's all. അപ്പോൾ അടുത്ത ഡേ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം അവൾ ഡേഞ്ചറിൽ നിന്ന് മാറിയിട്ടുണ്ട്, നീ ജയിച്ചു, ന്യൂട്രീഷനും കെയറുമാണ്, ആഹാരവും നല്ല കെയറുമാണ് ഇനി അവൾക്ക് ആവശ്യം. ആൻഡ് ദാറ്റ് ആഫ്റ്റർനൂൺ സ്യൂ കെയിം ടു ദ ബെഡ് വെയർ ജോൺസി ലേ കണ്ടംപ്റ്റ്ലി ആൻഡ് പുട്ട് വൺ ആം അറൗണ്ട് ഹെർ പില്ലോസ് ആൻഡ് ഓൾ. I have something to tell you, she said. Mr. Bahraman died of pneumonia today in the hospital. He was ill only for 2 days. She found him in the morning of the first day in his room downstairs, helpless with pain. His shoes and clothing were wet through the icy cold. They couldn't imagine where he had been on such a dreadful night. And then they found a lantern still lighted and a ladder that had been dragged from its place, and some scattered brushes and a palette with green and yellow colors mixed in it. Look out of the window, dear, at the last ivy leaf on the wall. Did you wonder why they never fluttered or moved when the wind blew? Darling, it is Bahraman's masterpiece. He painted it there the night that the last leaf fell. അപ്പോൾ സ്യൂവിൻ്റെ അടുത്ത് പറയുകയാണ്, താഴെ ബഹ്റാമൻ മരിച്ചു, ന്യൂമോണിയ കാരണമായിരുന്നു, 2 ദിവസം മാത്രമേ അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളായിരുന്നു, ഈ വസ്ത്രങ്ങൾ മൊത്തം ഇങ്ങനെ നനഞ്ഞ് ഐസി ആയിട്ട് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ലാഡറും കുറച്ച് പെയിൻസും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ദിവസം അദ്ദേഹം എവിടെ പോയിരിക്കാൻ, നൈറ്റിൽ ഇങ്ങനെ ഒരു മഴയുള്ള നൈറ്റിൽ എവിടെ പോയിരിക്കാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ സ്യൂ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ആ ഭിത്തിയിലോട്ട് നോക്കൂ, ആ കാണുന്നത് ബഹ്റാമിൻ്റെ മാസ്റ്റർ പീസാണ്, അദ്ദേഹം അത് വരച്ചത് ആ ലാസ്റ്റ് ലീഫ് വീണതിൻ്റെ അന്നാണ് അദ്ദേഹം അത് വരച്ച് ആ ലാസ്റ്റ് ലീഫ് പൊഴിയാതെ നിന്നെ കാത്തത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് അസുഖം വന്ന് മരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ.